ഗായ്സ് നമ്മൾ മറയൂരെത്തിയിരിക്കുന്നു. ഗായ്സ് നമ്മൾ മറയൂരെത്തി. നമ്മൾ ഡ്രസ്സ് മാറി ഫ്രഷായി. അപ്പം കഴിക്കാൻ പോകാം. അവിടെ ആദ്യം നമ്മുടെ അമിത് ഭായി ഇതായിരിക്കുന്നു. നോക്കൂ ഭായി, നമ്മളെ സൂപ്പർ സ്ഥലം, വൈബ് സ്ഥലം കേട്ടോ. ആരെങ്കിലും വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് വരുന്നത് ആര്യാസ് ടൂർ പാക്കേജ്, അവരെ ബന്ധപ്പെടുക, നമ്പറേയും കൊടുക്കുക. അപ്പം നമ്മളെ പിള്ളേർ ഭവ്യയും ജ്യോതികയും അശ്വതിയൊക്കെ റെസ്റ്റോറൻറ്റ് കയറിയിരിക്കുക. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകാം. അത് കഴിഞ്ഞ് ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ് കഴിഞ്ഞ് നമ്മളുടെ സ്റ്റേയിലോട്ട് പോകത്തുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി കയറിയതാണ്. ഗൈസ് നമ്മളിപ്പം മറയൂരാണുള്ളത്. നമ്മളിപ്പം ഡ്രസ്സ് മാറാൻ വേണ്ടി ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി കയറിയതാണ്. ഗൈസ് സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവല്. പക്ഷേ കൊളുക്കുമല ആയ സ്ഥലമൊന്നും പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ വലിയ പരിപാടിയായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെറിയ സംഭവം. പക്ഷെ നമുക്ക് ഭയങ്കര കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പോയിട്ടൊന്നുമില്ല. പണ്ടേക്കാട് സ്കൂളിലെങ്ങാണ്ട് ഇങ്ങനെ ഇവിടെ മണാലിയിൽ നിന്ന് മൂന്നാറൊക്കെ ടൂർ പോയതാണ്. അല്ലാതെ ഒന്നും പോയിട്ടില്ല. പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ മൂന്നാർ വരുന്നത്. അപ്പം സൂപ്പർ സ്ഥലം, പിന്നെ നല്ല വൈബാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴിക്ക് കുറേ മലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത മുമ്പത്തെ വീടിയൊക്കെ ഇട്ടിട്ടുണ്ട്. സൂപ്പർ, അത് വൈബായിരുന്നു. രാവിലെ ഞങ്ങൾ ഇവിടെ ഒരു 4 മണിയായപ്പോൾ നമ്മൾ അടിമാലി എന്നിട്ട് നമ്മൾ ഇരുട്ടായതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് സീനറി ഒന്നും കാണാനില്ല ഇരുട്ടാകുമ്പോൾ. അവിടെ നമ്മൾ ഒന്ന് സൂര്യൻ ഉദിക്കാനൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ വണ്ടിക്ക് തന്നെ ഉറങ്ങി. എന്നിട്ടൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഭയങ്കര നല്ല തണുപ്പും വൈബ് സൂപ്പർ. ഇപ്പം നല്ല കണ്ടീഷൻ. ആൾക്കാരൊക്കെ കുറവാട്ടോ, അത് മെയിൻ ഒരു പോയിന്റ്. ആൾക്കാർ കുറവാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഗൈസ് നമ്മുടെ പിള്ളേര് ഭവ്യ ജ്യോതികയും അശ്വതിയും കൂടി അവരുടെ റൂമിൽ കണ്ണാടി ഇല്ലതുകൊണ്ട് നമ്മുടെ റൂമിൽ മേക്കപ്പ് ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 1/2 കിലോ പൊട്ടിയാണ് ഭവ്യ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ കയറ്റിയത്. അശ്വതി അവിടെ ഒരുങ്ങുകയാണ്. അശ്വതി പിന്നെ നമ്മുടെ ജ്യോതിക ഹായ് പറയും. അപ്പൊ എല്ലാവരും ഹായ് പറയും. ഭൗമിക സൗന്ദര്യം ഇല്ലെന്ന് ഹായ് പറയാൻ. ഹായ് പറയാം. ജ്യോതിക കണ്ണെഴുതുകയാണ്. നമുക്ക് പോണം. അശ്വതി കുട്ടപ്പയായി. ഹായ് പറയും കുട്ടി അശ്വതി. ഇവരാരാ അശ്വതി മനസ്സിൽ പറയാ. ഇവനെ കൊണ്ട് ശല്യമായല്ലോ. ഒരു ക്യാമറ കൊണ്ട് ഇങ്ങനെ ഇറങ്ങുവാ. നീ എന്തോ ചെയ്യോ? 2 സെറ്റ് മുഖത്ത് എഴുതി കഴിഞ്ഞു. അടുത്ത സെറ്റ് ജ്യോതിക എഴുതുകയാണ്. നീ പൊട്ടിട്. 2 സൈഡിൽ നിന്ന് ക്യാമറമാൻമാര് ക്യാപ്ചർ ചെയ്യുകയാണ്. ഗൈസ് നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ട്രക്കിങ്ങിന് പോവാണ്. ഗൈസ് ധനീഷ്, അശ്വതി, ഇത് അവിടെ നിന്ന് റൈസ്, പിന്നെ ആൽബിൻ, ജ്യോതിക, ഭവ്യ. ഗൈസ് നമ്മളപ്പം ഫുഡ് കഴിഞ്ഞ് ട്രക്കിങ്ങിന് പോവാം. നമ്മൾ അങ്ങനെ കയറി ജീപ്പിലാണ് പോകുന്നത്. കയറി ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ് എല്ലാവരും ഉണ്ട്. നമ്മൾ ദോശയും ഇഡലിയാണ് എടുത്തത്. ബൊഫയാണ്. നമുക്ക് വേറെ പൂരിയൊക്കെ ഉണ്ട്. നമുക്ക് ഈ അടുത്ത റൗണ്ട് പിടിക്കണം. അല്ലേ അപ്പോൾ അതില്ലയോ ഫുഡ് വളർത്തിട്ടാണ്. ഗൈസ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഈ ട്രക്കിങ്ങിന് പോവുകയാണ്. ഗൈസ് ഇനി ഈ വീഡിയോ ട്രക്കിങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടും. അല്ലേ അത്? അതെ
അതെ അതെ അതെ അതെ അതെ അതെ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ പമ്പി വന്നിരിക്കുകയാണ് ഗൈസ്. യെസ് ഇതാണ് നമ്മുടെ ജീപ്പിനാണ്. എന്നാൽ ഹായ് പറ. ഇത് നമ്മുടെ പുറത്തെ വ്യൂ ഉണ്ട് ഗൈസ്. പമ്പയ്ക്ക് ഈ സ്ഥലം കണ്ടു.